everyone, welcome to Kids Area Online. എക്സാം കഴിയാറൊക്കെ ആയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് പഠിച്ചാലോ? യെസ്, പഠിക്കാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ്സുകൾ ഏപ്രിൽ 1-ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. എല്ലാവരും ഓർമ്മിക്കുക, ഏപ്രിൽ 1-ന് വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കായി STD1 പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. LKG UKG ക്ലാസ്സുകളുണ്ട്. ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡയറക്ഷൻ. എപ്പോഴും ഓർമ്മിക്കുക, മുകളിൽ നോർത്ത് ആണ്. എന്താ? നോർത്ത്, N. താഴെ സൗത്ത് ആണ്. താഴെ സൗത്ത്, തെക്ക്. മുകളിൽ നോർത്ത്, വടക്ക്. താഴെ സൗത്ത്, തെക്ക്. ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, പടിഞ്ഞാറ്. വെസ്റ്റ്, പടിഞ്ഞാറ്. റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, കിഴക്ക്. അപ്പോൾ ഇത് ഇത്രയും നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. മുകളിൽ നോർത്ത്, വടക്കാണ്. താഴെ സൗത്ത്, തെക്കാണ്. വെസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ പടിഞ്ഞാറാണ്. റൈറ്റ് സൈഡ് വലതുവശത്ത് ഈസ്റ്റ്, കിഴക്കാണ്. ഇനി വടക്ക് നോക്കി യന്ത്രം, ഇതിൻ്റെ പേരെന്താണ്? ഈ ചിത്രം നൽകിയാൽ ഇതിൻ്റെ പേരെന്താണ്? കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം. എന്തിനാണ്? ദിക്കറിയുന്നതിന്. ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻസ്. ദിക്കറിയാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് ആണോ, വെസ്റ്റ് ആണോ, ഈസ്റ്റ് ആണോ, സൗത്ത് ആണോ എന്ന് ദിക്കറിയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്. ദിക്കറിയാൻ വേണ്ടി, ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻസ്, അതിനുപയോഗിക്കുന്നതാണ് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം. ഇതിൻ്റെ പേരെന്താണ്? കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം. എന്തിനാണ്? ഡയറക്ഷൻ കണ്ടെത്താൻ, ദിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്ന് പഠിച്ചു അല്ലേ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇനി വെസ്റ്റിൻ്റെയും നോർത്തിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? നോർത്ത് വെസ്റ്റ്. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും കോർണറിൽ നോർത്ത് വെസ്റ്റ്, നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും കോർണറിൽ നോർത്ത് ഈസ്റ്റ്. ഇനി സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും കോർണറിൽ സൗത്ത് ഈസ്റ്റ്, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ സൗത്ത് വെസ്റ്റ്. അപ്പം നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്. അപ്പം അതിൻ്റെ കോർണറിൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇതും തെറ്റിക്കില്ലല്ലോ. ഇനി നമ്മൾ we can present the peculiarities of a large area on a paper. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ പിക്ചർ കണ്ടിട്ടില്ലേ? കേരളത്തിൻ്റെ പിക്ചർ കണ്ടിട്ടില്ലേ? അതിനെന്താ പറയുക? മാപ്പ്, ഭൂപടം എന്നാണ് പറയുക. ഭൂപടം, ഓക്കെ. മാപ്പ്, ഭൂപടം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായ ഒരു പ്രദേശത്തെ സവിശേഷതകൾ കടലാസിൽ വരച്ച് ചിത്രീകരിക്കുന്നതാണ് ഭൂപടം. Present the peculiarities of a large area on a paper. We can present the peculiarities of a large area on a paper. നമ്മൾ ഒരു വലിയ സ്ഥലത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ പെക്യുലാരിറ്റീസ്, സവിശേഷതകൾ ഒരു പേപ്പറിൽ വരച്ച് കാണിക്കുന്നതാണ് എന്താ? മാപ്പ്, ഭൂപടം. തെറ്റിക്കില്ലല്ലോ. മാപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത് ആന്ധ്രാപ്രദേശ് ഒരു സ്റ്റേറ്റ് ആണ്. ആന്ധ്രാപ്രദേശ് 2 സ്റ്റേറ്റായിട്ട് മാറി. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ് എന്നും തെലുങ്കാന എന്നും. ഓക്കെ. ആന്ധ്രാപ്രദേശ് വാസ് ഡിവൈഡഡ് ടു ടു സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റായിട്ട് മാറി. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശുമായിട്ട് മാറി. ആന്ധ്രാപ്രദേശ് ഒരു ഭാഗം തെലുങ്കാനയായിട്ട് മാറി. ഓക്കെ. അപ്പോൾ ആന്ധ്രാപ്രദേശ് 2ആയി. അതിൽ ഒരു ഭാഗം ആന്ധ്രാപ്രദേശ് എന്നും മറ്റൊരു ഭാഗം തെലുങ്കാന എന്നാണ് അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ടായ 2 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും തെലുങ്കാനയും. അടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. നോക്കിയേ, ഇത് ഇന്ത്യയുടെ മാപ്പാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു, പടം വരയ്ക്കുന്നത്, പേപ്പറിൽ വരയ്ക്കുന്നത്. ഭൂപടം, മാപ്പ്, ഇന്ത്യയുടെ മാപ്പാണ്.
ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ഇതെന്താണ്? ഇവിടെ അറബിക്കടലാണ്. ഇത് ചുറ്റും കടലാണ്. ഇവിടെ ഇത്രയാണ് കടൽ കേട്ടോ. ഇത്രയുമാണ് കടൽ വരിക, ഇത്രയും സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ ഇത് അറബിക്കടൽ, ഇത് ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ. ഇത് അറബിക്കടൽ, അറേബ്യൻ സീ ആണ് ഈ ലെഫ്റ്റ് സൈഡ് പടിഞ്ഞാറ് വശത്ത് വരുന്ന, പടിഞ്ഞാറ് വെസ്റ്റ് സൈഡിൽ എന്താണ്? അറേബ്യൻ സീ. ഇനി ഈസ്റ്റ് കിഴക്ക് വശത്ത് ഏതാണ്? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ. ഇനി താഴെ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രമാണ് താഴെ. ഇപ്പം 3 കടലുകളും ഓർമ്മയിരിക്കുമല്ലോ. അറേബ്യൻ സീ അറബിക്കടൽ, ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടൽ, ഈ താഴെ എന്താണ്? ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ മഹാസമുദ്രം. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ ഏതൊക്കെ? കേരളം, കർണാടക, ഇതവിടെ ചെറിയൊരു സ്ഥലം കാണുന്നുണ്ട്, അത് ഗോവയാണ് കേട്ടോ. ഏതാ? ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇങ്ങോട്ട് കടലില്ല, ഇതുവരെയാണ് കടൽ വരുന്നത് കേട്ടോ, ഇതുവരെയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. അപ്പോൾ അറബിക്കടലിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാ? കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. തെറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ വരെയാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല കണ്ടോ, അടുത്ത് ഇവിടെ ഇങ്ങനെയല്ലേ പോകുന്നത്, അപ്പോൾ ഇവിടെ ഇല്ല, ഇതുവരെയാണ്. പശ്ചിമ ബംഗാൾ വരെയാണ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ വരെയാണ് ബേ ഓഫ് ബംഗാൾ ഉള്ളത്. ബേ ഓഫ് ബംഗാൾ ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അറേബ്യൻ സീയുടെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? മനസ്സിലായോ? ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരം, ലോങ്ങസ്റ്റ് സീഷോർ ആർക്കാണ്? ഈ വെസ്റ്റ് ഭാഗത്തുള്ള ഗുജറാത്താണ്. ഗുജറാത്ത് വെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെയുള്ള എന്താ? ഗുജറാത്തിനാണ് ലോങ്ങസ്റ്റ് സീഷോർ. കടൽ തീരം കൂടുതൽ ആർക്കാണ്? ഗുജറാത്തിനാണ്. ലോങ്ങസ്റ്റ് സീഷോർ, കടൽ തീരം കൂടുതൽ ആർക്കാ? ഗുജറാത്ത്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് കണ്ടോ ഇവിടെ കാണുന്ന ഗോവ. വളരെ ചെറുതാണ് കേട്ടോ, കടലിൻ്റെ അടുത്ത് ഗോവ. ഓക്കെ ചിൽഡ്രൻ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇനി ദേശീയ ഗാനവും ഉണ്ട്, ദേശീയ ഗീതവും ഉണ്ട്. നാഷണൽ ആന്തം, അതുപോലെ നാഷണൽ ആന്തം ഉണ്ട്, നാഷണൽ സോങ് ഉണ്ട്. ഇനി നാഷണൽ ആന്തമാണ് 52 സെക്കൻഡാണ്. ദേശീയ ഗാനം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ് ആലപിക്കേണ്ട സമയം. ജനഗണമന, ഓക്കെ, അത് ആരാ എഴുതിയേ? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന എന്നത് ദേശീയ ഗാനം. ദേശീയ ഗാനമാണ് ഏതാ? ജനഗണമന. അത് എത്ര സെക്കൻഡാണ് പാടുക? ആലപിക്കുന്നതിനുള്ള സമയം 52 സെക്കൻഡ്. ഓക്കെ, അത് എഴുതിയതാരാ? രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെയാണ് ദേശീയ ഗീതം, നാഷണൽ സോങ്. മറ്റേത് നാഷണൽ ആന്തം, ഇത് നാഷണൽ സോങ്. വന്ദേ മാതരം ദേശീയ ഗീതം. ദേശീയ ഗീതം വന്ദേ മാതരം എഴുതിയതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ നാഷണൽ സോങ് എന്ന് പറഞ്ഞാൽ വന്ദേ മാതരം. നാഷണൽ ആന്തം ദേശീയ ഗാനം. നാഷണൽ സോങ് ദേശീയ ഗീതം. സോങ് എന്ന് പറഞ്ഞാൽ ഗീതം. ഓക്കെ, ആന്തം എന്ന് പറഞ്ഞാൽ ഗാനം. നാഷണൽ ആന്തം എന്താണ്? ദേശീയ ഗാനം. നാഷണൽ സോങ് ദേശീയ ഗീതം. അപ്പം നാഷണൽ സോങ് ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം അതായത് ജനഗണമന ആരാ എഴുതിയേ? നാഷണൽ ആന്തം രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതം, നാഷണൽ സോങ് ആണ്. ജനഗണമന എന്ന് പറയുന്നത് ദേശീയ ഗാനം, നാഷണൽ ആന്തമാണ്. ഓക്കെ, ഇനി കലാരൂപങ്ങൾ. കേരളത്തിൻ്റെ കലാരൂപങ്ങളാണ് കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ.
കേരളത്തിന് 3 ഉണ്ട്. ഏതൊക്കെയാ? കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ. തമിഴ്നാടിനോ? ഭരതനാട്യം. തമിഴ്നാടിൻ്റെ ഏതാണ്? ഭരതനാട്യം. കർണാടക യക്ഷഗാനം, ബൊമ്മലാട്ടം. കർണാടകയുടേത് ഏതൊക്കെയാണ്? യക്ഷഗാനം, ബൊമ്മലാട്ടം. ഉത്തർപ്രദേശിൻ്റെതോ? കഥക്. ഇത് കഥകളി, ഇത് കഥക്. ഉത്തർപ്രദേശിൻ്റെത് കഥക്. ഒഡീഷ ഒഡീസി. ഒഡീഷ ഒഡീസി. മണിപ്പൂർ മണിപ്പൂരി നൃത്തം. മണിപ്പൂർ മണിപ്പൂരി നൃത്തം. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പൊടിയുണ്ട്, ബൊമ്മലാട്ടമുണ്ട്. കർണാടകയ്ക്കും യക്ഷഗാനവും ബൊമ്മലാട്ടവും. ആന്ധ്രാപ്രദേശിന് കുച്ചിപ്പൊടി. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പൊടി, ബൊമ്മലാട്ടം. പഞ്ചാബ് ഭാംഗ്ര. പഞ്ചാബിന് ഭാംഗ്ര. ഗുജറാത്ത് ഗർബ. ഗുജറാത്ത് ഗർബ. മഹാരാഷ്ട്ര തമാശ. മഹാരാഷ്ട്രയുടേത് തമാശ. കേരളം കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ. തമിഴ്നാട് ഭരതനാട്യം. കർണാടക യക്ഷഗാനം. ഉത്തർപ്രദേശ് കഥക്. ഒഡീഷ ഒഡീസി. മണിപ്പൂർ മണിപ്പൂരി നൃത്തം. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പൊടി. പഞ്ചാബ് ഭാംഗ്ര. ഗുജറാത്ത് ഗർബ. മഹാരാഷ്ട്ര തമാശ. ഓക്കെ, ഓർമ്മയിരിക്കുമല്ലോ. ഇനി ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇത് മൂന്നുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഏതൊക്കെയാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇതിൽ ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി മുനിസിപ്പാലിറ്റിയുടെ ഹെഡോ? മുനിസിപ്പൽ ചെയർമാൻ. മുനിസിപ്പൽ ചെയർമാൻ ആണ് മുനിസിപ്പാലിറ്റിയുടെ ഹെഡ്. ഇനി കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ ഹെഡ് ആരാ? മേയർ. കോർപ്പറേഷന്റെ ഹെഡ് മേയർ. മേയർ ഈസ് ദ ഹെഡ് ഓഫ് കോർപ്പറേഷൻ. ഇപ്പൊ ലോക്കൽ സെൽഫ് അതിൻ്റെത് ഏതൊക്കെയാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെത് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടേത് മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ്റെത് മേയർ. ഓക്കെ, മനസ്സിലായല്ലോ. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. മൂന്ന് പഞ്ചായത്ത് കേരളത്തിൽ. ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? 3 ടയർ സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. 3 ടയർ സിസ്റ്റം. കേരളത്തിൽ എത്ര പഞ്ചായത്ത്? ത്രിതല പഞ്ചായത്ത്, 3 ടയർ സിസ്റ്റം. ആദ്യത്തേത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത്. അത് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി അർബൻ ഏരിയാസിൽ, പട്ടണങ്ങളിലൊക്കെ എന്താണ്? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും, പഞ്ചായത്ത് ഇല്ല. ഓക്കെ, അർബൻ ഏരിയാസ്, പട്ടണങ്ങളിൽ പഞ്ചായത്ത് ഇല്ല, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും. പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി ഗ്രാമപഞ്ചായത്ത് അംഗം വാർഡ് മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. മുനിസിപ്പാലിറ്റിയിലെ അംഗം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവിടുത്തെ അംഗം എന്തെന്നറിയപ്പെടുന്നു? കൗൺസിലർ എന്നറിയപ്പെടുന്നു. ഗ്രാമപഞ്ചായത്തിലെ അംഗം എന്തെന്നറിയപ്പെടുന്നു? ഗ്രാമപഞ്ചായത്തിലെ റെപ്രസെൻറ്റേറ്റീവിനെ വാർഡ് മെമ്പർ എന്ന് പറയുന്നു. ഗ്രാമപഞ്ചായത്തിലെ റെപ്രസെൻറ്റേറ്റീവ് വാർഡ് മെമ്പർ. കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് കൗൺസിലർ. കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് കൗൺസിലർ. തെറ്റില്ലല്ലോ? ഇല്ല. അപ്പോൾ എത്ര പഞ്ചായത്താണ്? 3 ടയർ, 3. ഗ്രാമം, ബ്ലോക്ക്, ജില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ഓർമ്മയുണ്ടല്ലോ? മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ. പഞ്ചായത്തിൻ്റെത് ഹെഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് മുനിസിപ്പൽ ചെയർമാനാണ്. കോർപ്പറേഷൻ്റെ ഹെഡ് മേയറാണ്. ഇനി ഗ്രാമപഞ്ചായത്തിലെ റെപ്രസെൻറ്റേറ്റീവ് വാർഡ് മെമ്പർ. മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും റെപ്രസെൻറ്റേറ്റീവ് അംഗം കൗൺസിലർ. ഒരു നാടിൻ്റെ വികസനത്തിന് എന്തൊക്കെ ആവശ്യങ്ങൾ വേണോ അത് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? നാട്ടിലെ ജനങ്ങൾ ഒത്തുചേർന്ന് ചർച്ച ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഗ്രാമസഭ.
എന്താ പറയുന്നത്, ഒരു നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നണം. അപ്പം അങ്ങനെ അതിനായിട്ട് കൂടുന്നതിന് എന്താ പറയുന്നത്, ഗ്രാമസഭ. ആ ഗ്രാമസഭയിലാണ് ആ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇൻ ദ ഗ്രാമസഭ പീപ്പിൾ ഓഫ് എ locality assemble to discuss the developmental needs of the locality. ഓക്കെ, നമുക്ക് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. ഇതെന്താണ്, പോലീസ് സ്റ്റേഷൻ, ഇതെന്താ, വായനശാല, ലൈബ്രറി, റേഷൻ കട, ബാങ്ക്, ഹോസ്പിറ്റൽ, ഇതൊക്കെ എന്താണ്, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, ഇതെല്ലാം നമുക്ക് സേവനങ്ങൾ നൽകുന്ന പൊതുസ്ഥാപനങ്ങളാണ്. ഇതും നിങ്ങളുടെ ഓർമ്മയിലേക്ക്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് പോകേണ്ട സ്ഥലം. ഓക്കെ, പൊതുസ്ഥലം, പൊതുസ്ഥാപനങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ഓർമ്മയിരിക്കുമല്ലോ. Okay children, bye bye. Thank you.